പ്രൊഫഷണൽ ലീഗ് ഫുട്ബോളിൽ ഒരു സാധാരണ ക്ലബിന് സ്വപ്നം കാണാവുന്നതിലേറെ വലിയൊരു ആരാധകക്കൂട്ടം സ്വന്തമായുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് FC-ക്ക്. 2014 സ്ഥാപിതമായി നിലവിൽ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഫാൻ ഫോളോവിംഗ് സ്വന്തമായുള്ള ഫുട്ബോൾ ക്ലബ്ബുകളിൽ ഒന്നാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. കാൽപന്ത് കളിയെ നെഞ്ചേറ്റിയ മഞ്ഞപ്പടയിലെ വിശ്വസ്തരായ ഫാൻസുകാരെ KBFC മാനേജ്മെന്റ് ഇത്രയും നാൾ ചതിക്കുകയായിരുന്നോ എന്നാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ആരാധകർ തന്നെ സംശയം പ്രകടിപ്പിക്കുന്നത്. തെലുഗു സൂപ്പർ താരം ചിരഞ്ജീവി, പ്രസാദ് നിമഗഡ, അരവിന്ദ് ബാബു അല്ലു, അനിൽ റെഡ്ഡി, നിഖിൽ ഭരദ്വാജ്, ശ്രീനു ജ്വാല എന്നിവർ ഡയറക്ടർമാരായിട്ടുള്ള ഹൈദരാബാദ് ആസ്ഥാനമായിട്ടുള്ള മാഗ്നം സ്പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് നിലവിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ഉടമകൾ. 2018 വരെ സഹ ഉടമയായിരുന്ന ക്രിക്കറ്റ് ഇതിഹാസം സച്ചിൻ ടെണ്ടുൽക്കർ തന്റെ ഉടമസ്ഥതയിലുണ്ടായിരുന്ന 20% ഷെയർ മറ്റു പങ്കാളികൾക്ക് വിറ്റൊഴിവാക്കിയിരുന്നു. മലയാളികളായ ഫുട്ബോൾ ആരാധകരുടെ വിശ്വാസങ്ങളെയും പ്രതീക്ഷകളെയും ഹൈദരാബാദുകാരുടെ ഉടമസ്ഥതയിലുള്ള ക്ലബ്ബ് ഇത്രയും നാളായി ചൂഷണം ചെയ്യുകയായിരുന്നു എന്ന കടുത്ത വിമർശനമാണ് മഞ്ഞപ്പട ഇപ്പോൾ ഉയർത്തുന്നത്. ഇവാൻ വുക്കോമനോവിച്ചിന് പകരക്കാരനായി കൊണ്ടുവന്ന മിഖായിൽ സ്റ്റാറെ വൻ പരാജയമായിരുന്നു. 2024 മെയ് 23-നാണ് സ്വീഡിഷ് മുൻതാരം മിഖായിൽ സ്റ്റാറയെ പുതിയ കോച്ചായി ബ്ലാസ്റ്റേഴ്സ് നിയമിച്ചത്. എന്നാൽ ഈ സീസണിലെ ആദ്യത്തെ 12 കളികളിൽ നിന്ന് 3 ജയവും 2 സമനിലയും 7 തോൽവിയും സഹിതം 11 പോയിന്റ് മാത്രമാണ് പുറത്താക്കപ്പെട്ട മുൻ കോച്ചിന് സംഭാവന നൽകാനായത്. സ്റ്റാറെ പുറത്താക്കപ്പെടുമ്പോൾ 10ാം സ്ഥാനത്തായിരുന്നു ടീമിന്റെ സ്ഥാനം. പിന്നീട് താൽക്കാലിക കോച്ചായി എത്തിയ TG പുരുഷോത്തമന് കീഴിൽ കളിച്ച 4-ൽ 3 ജയം നേടി ക്ലബ് ഇപ്പോൾ 8ാം സ്ഥാനത്താണ്. പണ്ടൊക്കെ മഞ്ഞക്കടലായിരുന്ന കലൂരിലെ രാജ്യാന്തര സ്റ്റേഡിയം ഇപ്പോൾ യെല്ലോ ആർമിയുടെ പ്രതിഷേധവേദിയായി മാറി എന്നതാണ് ഹൈദരാബാദി മാനേജ്മെന്റ് നേരിടുന്ന പ്രധാന വെല്ലുവിളി. കാശ് മുടക്കി കളി കാണാനെത്തി സ്വന്തം ടീമിന്റെ പരാജയ പരമ്പര കണ്ടുമടുത്തൊരു ഫാൻ ഗ്രൂപ്പ് സ്റ്റേഡിയത്തിൽ ബാനറുകളും പ്രതിഷേധ മുദ്രാവാക്യങ്ങളും മുഴക്കുമ്പോൾ അതിനെ നേരിടാൻ കേരള പോലീസിനെ ഇറക്കിവിടുകയാണ് ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് എന്ന വിമർശനവും ഉയരുന്നുണ്ട്. അംഗങ്ങളെ തടങ്കലിലാക്കി സമാധാനപരമായ പ്രതിഷേധം പോലും അനുവദിക്കുന്നില്ലെന്നും അടിച്ചമർത്തലും ഭീഷണിയുമാണ് നേരിടുന്നതെന്നും ആരാധക കൂട്ടായ്മയായ മഞ്ഞപ്പട വിമർശിക്കുന്നു. ഒഡീഷ FC-ക്കെതിരായ ബ്ലാസ്റ്റേഴ്സിന്റെ ഹോം മാച്ചിൽ യുണൈറ്റഡ് ഫോർ എ ബെറ്റർ ബ്ലാസ്റ്റേഴ്സ് എന്ന മുദ്രാവാക്യം ഉയർത്തി പ്രതിഷേധിക്കുകയാണ് യെല്ലോ ആർമി ചെയ്തത്. ടീമിനെ മെച്ചപ്പെടുത്താതെ ഫാൻസ് പവറിനെ മാത്രം ചൂഷണം ചെയ്യുന്ന KBFC മാനേജ്മെന്റിന്റെ ബിസിനസ് തന്ത്രം ഇനിയും നടപ്പാകില്ലെന്നാണ് ആരാധകർ നൽകുന്ന മുന്നറിയിപ്പ്. ജനുവരിയിലെ ട്രാൻസ്ഫർ വിൻഡോയിൽ ടീം വിടുന്ന താരങ്ങൾക്ക് പകരം ദീർഘകാലാടിസ്ഥാനത്തിൽ കൂടുതൽ മികവുള്ള താരങ്ങളെ കൊണ്ടുവരണമെന്നും ആരാധകർ ആവശ്യപ്പെടുന്നു. കേരള ബ്ലാസ്റ്റേഴ്സിൽ ആരാധകർക്കാണ് കൂടുതൽ പവറെന്നും ഞങ്ങളെ മാറ്റി നിർത്തിയാൽ KBFC ഒരു മോശം മാനേജ്മെന്റും ശരാശരിയിലും താഴെ മാത്രം പ്രകടനം നടത്തുന്ന കളിക്കാരുള്ള സാധാരണ ക്ലബ്ബ് മാത്രമാണെന്നും മഞ്ഞപ്പടയുടെ ആരാധകർ ഓർമ്മിപ്പിക്കുന്നു. കേരള ബ്ലാസ്റ്റേഴ്സിനെ മെച്ചപ്പെടുത്താൻ ശേഷിയുള്ള 6 വിദേശ താരങ്ങളെ ടീമിൽ കൊണ്ടുവരണം. മികവുള്ള ഇന്ത്യൻ താരങ്ങളാൽ സമ്പന്നമായ ബെഞ്ച് സ്ട്രെങ്ത് ഡെവലപ്പ് ചെയ്യണം. ക്വാളിറ്റിയുള്ള ഇന്ത്യൻ കളിക്കാരെ മറ്റു ടീമുകൾക്ക് വിൽക്കരുത്. ട്രാൻസ്ഫർ വിൻഡോ ഫലപ്രദമായി പ്രയോജനപ്പെടുത്തി കളിക്കാരെ എത്രയും പെട്ടെന്ന് സൈൻ ചെയ്യണം തുടങ്ങിയ ന്യായമായ ആവശ്യങ്ങളാണ് ഫാൻസ് ആവശ്യപ്പെടുന്നത്. അതേസമയം ആരാധകരുമായുള്ള പ്രശ്നം പരിഹരിക്കാൻ ഫാൻ അഡ്വൈസറി ബോർഡ് എന്ന തർക്കപരിഹാര സമിതിയെ നിർദ്ദേശിച്ച് ക്ലബ് മാനേജ്മെന്റ് തന്നെ മുന്നോട്ട് വന്നിട്ടുണ്ട്. ക്ലബ്ബ് നേരിടുന്ന പ്രശ്നങ്ങളും പ്രതിവിധികളും ആരാധകർക്ക് നേരിട്ട് മാനേജ്മെന്റിനെ അറിയിക്കാനുള്ള സംവിധാനമാണിത്. ആരാധകർ സംഘടിപ്പിച്ച പ്രതിഷേധ പരിപാടിയിൽ പോലീസ് നടപടികൾ ഉണ്ടാകണമെന്ന് നിർദ്ദേശം നൽകിയിട്ടില്ലെന്നാണ് ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് നൽകുന്ന വിശദീകരണം. തങ്ങളുടെ അഭിപ്രായങ്ങൾ നിയന്ത്രണങ്ങളില്ലാതെ സമാധാനപരമായി പ്രകടിപ്പിക്കാനുള്ള അവകാശം ആരാധകർക്കുണ്ട്. ക്ലബിനെ പിന്തുണയ്ക്കുന്ന ഏതൊരു വ്യക്തിയിൽ നിന്നും ഏത് രീതിയിലുള്ള അഭിപ്രായ പ്രകടനങ്ങളും ക്ലബ്ബ് സ്വാഗതം ചെയ്യാറുണ്ടെന്നും മാനേജ്മെന്റ് പറഞ്ഞു വെക്കുന്നു. ദി ഫൈനൽ വിസിലിന് പറയാനുള്ളത് ഒറ്റ കാര്യമാണ്: ആരാധകരെ മറന്ന് ഈ ക്ലബിന് മുന്നോട്ട് പോകാനാകില്ല. ആരാധകർ ഇനി ഈ ക്ലബിനെ വിശ്വസിച്ച് തുടങ്ങണമെങ്കിൽ നിങ്ങൾ പലതും പ്രൂവ് ചെയ്യേണ്ടിയിരിക്കുന്നു. കപ്പടിച്ചോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ്. ആദ്യം ഫുട്ബോൾ എന്ന ബ്യൂട്ടിഫുൾ ഗെയിമിനോട് നിങ്ങൾ ഇനിയും നീതി കാണിക്കേണ്ടിയിരിക്കുന്നു. അതിനൊരു ദീർഘകാല വിഷൻ ആവശ്യമുണ്ട്. ഒപ്പം ദീർഘവീക്ഷണമുള്ളൊരു മാനേജ്മെന്റിന്റെ കട്ട സപ്പോർട്ട് കൂടി വേണം. അതില്ലെങ്കിൽ ഫാൻസ് നിങ്ങളെ കുറ്റപ്പെടുത്തും, കളിക്കിടെ കൂക്കി വിളിച്ച് പ്രതിഷേധിക്കും. അത് കേൾക്കാനും കാണാനും KBFC മാനേജ്മെന്റ് നിങ്ങൾ ബാധ്യസ്ഥരാണ്.